പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം നൽകി അനുഗ്രഹിച്ചതിന് കർത്താവിനെ നമുക്ക് നന്ദി പറയാം. നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ. ഈശോ കൂടെ ഉണ്ടാവും. നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും, നിൻ്റെ എല്ലാ ചിന്തകളിലും, നിൻ്റെ എല്ലാ വാക്കുകളിലും ഈശോ ഉണ്ടാവും. ഉറപ്പാ. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോ നിൻ്റെ കൂട്ടായിരിക്കട്ടെ, കരുത്തായിരിക്കട്ടെ, ബലമായിരിക്കട്ടെ, ആശ്രയമായിരിക്കട്ടെ. ഇന്ന് ഈശോ നമ്മോട് ഓരോരുത്തരോടും പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? വിളിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വചനം എന്താ പറയണേ? എഫേസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കണ്ടോ? വിളിക്കനുസരിച്ച് ജീവിക്കാനാണ് പറയുക. ഞാൻ അച്ഛനാണെങ്കിൽ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാ. വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാ. ജനത്തിന് ജ്ഞാനം കൊടുക്കുക എന്നുള്ളതാ. ജനത്തിന് ഈശോയുടെ വചനം കൊടുക്കുക എന്നുള്ളതാ. എൻ്റെ വിശുദ്ധി കൊണ്ട് ജനങ്ങളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക. ജനങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോയ്ക്ക് കൊടുക്കുക. വിളിക്കനുസരിച്ച് ജീവിക്കുക. നീയൊരു കുടുംബസ്ഥനാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബസ്ഥയാണെങ്കിൽ വിളിക്കനുസരിച്ച് ജീവിക്കുക. ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുക, ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുക, മാതാപിതാക്കളെയും സ്നേഹിക്കുക, വിശുദ്ധിയോടുകൂടെ ജീവിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, ബലിപീഠത്തോട് കെട്ടപ്പെട്ടൊരു ജീവിതം നയിക്കുക, കൗതാശികമായൊരു ജീവിതം നയിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക, തകർന്നവരെയും തളർന്നവനെയും ഉയർത്തിക്കൊണ്ടൊരു വിളിക്കനുസരിച്ച് ജീവിക്കുക. നിന്റെ മക്കൾക്ക് നിന്റെ ജീവിതം കൊണ്ടൊരു മാതൃക കൊടുക്കുക. വാക്കുകളല്ല, പ്രവർത്തികൾക്ക് മുഴക്കമുണ്ടാകട്ടെ. വിളിക്കനുസരിച്ച് ഒരു ജീവിതം നയിക്കുക. ദാമ്പത്യ വിശ്വസ്തത കാത്ത് പരിപാലിക്കുക. അവിശ്വസ്തത ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. എല്ലാ കാര്യങ്ങളിലും കർത്താവിനോടും മനുഷ്യനോടും വിശ്വസ്തനും വിശുദ്ധനും ആയിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. വിളിക്കനുസരിച്ച് ജീവിക്കുക. പിന്നെ വചനം പറയുന്നത് എന്താ? പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും. വിനയത്തോടും ശാന്തതയോടും. ദൈവത്തിൻ്റെ മുന്നിലും വിനയം വേണം, മനുഷ്യരുടെ മുന്നിലും വിനയം വേണം. താഴ്മയോടെ. ഗോഡ് ഓൾവേസ് റൈസസ് ദ ലൗലി. ദൈവം എളിമയുള്ളവരായി ഉയർത്തുന്നേ കേട്ടോ. ദീർഘക്ഷമയോടും കൂടെ. ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ചാൽ നീ ക്ഷമയോടുകൂടെ ഇടപെടണം. അങ്ങനെ സ്നേഹപൂർവ്വം സഹിഷ്ണുതയോടെ വ്യാപരിക്കാൻ ഇന്നത്തെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈശോ കൂടെ ഉണ്ടാവും. സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.